ഈ 3 രാശിക്കാർ രാജയോഗത്തിലേക്ക് നവപഞ്ചമ രാജയോഗം ഇന്നത്തെ രാശിഫലം അനുസരിച്ച് വിശാഖം നക്ഷത്രത്തിൽ നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നു. ബ്രഹ്മയോഗം നിലവിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. വേദജ്യോതിഷ പ്രകാരം നിങ്ങൾക്ക് ഗ്രഹസംക്രമത്തിന്റെ കാര്യത്തിൽ പലവിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ സംഭവിക്കുന്നു. കൂടാതെ അഭിവൃദ്ധി, വിജയം, ഭാഗ്യം എന്നിവയെല്ലാം നവപഞ്ചമ രാജയോഗം നിമിത്തം ലഭിക്കുന്നു. അപൂർവവും ശുഭകരവുമായ ഒരു യോഗമാണ് നവപഞ്ചമ രാജയോഗം എന്നതിൽ തർക്കം വേണ്ട. 12 രാശിക്കാരിലും ഗുണാനുഭവങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ തൊഴിൽ, സാമ്പത്തികം എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് മികച്ച ഫലം നൽകുകയും ചെയ്യുന്നു. ഇത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണഫലമുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇടവം രാശി. ഇടവം രാശിക്കാരുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവസാനം കുറിക്കുന്ന സമയമാണ്. നവപഞ്ചമ രാജയോഗത്തിന്റെ ഫലമായി വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു. പരിശ്രമങ്ങൾക്കെല്ലാം ഫലം ലഭിക്കുന്നു. പല കോണിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നു. സാമ്പത്തിക നിലയിൽ മെച്ചമുണ്ടാകുന്നു. അടുത്തതായി മകരം രാശിയാണ്. ജോലിയിൽ മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നു. കഠിനാധ്വാനത്തിന്റെ ഫലമായി വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. സമൂഹത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കുന്നു. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു. അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു. സാമ്പത്തികപരമായി നേട്ടം ഉണ്ടാകുന്നു. അടുത്തതായി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ക്രിയേറ്റീവായി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു. ഏത് കാര്യത്തിലും ധീരമായ തീരുമാനം എടുക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. അതുപോലെ വരുമാനം മികച്ചതായിരിക്കും. സാമ്പത്തിക രംഗത്ത് പുരോഗതി നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമാണ്. നിങ്ങളുടെ ജീവിതം നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്ന സമയമാണ് ഇത്.